നമസ്കാരം. പല പ്രാർത്ഥനകളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചശക്തി നൽകുന്നതായ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നൽകുന്നതായ സമയമാണ്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കടന്നു വരാനായി പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ വന്ദിക്കുക. അല്ലെങ്കിൽ സാക്ഷാൽ പരമശിവനെ ഒരു നിമിഷം വന്ദിക്കുക. ഓം നമഃശിവായ എന്നോ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ നാമമോ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വേഗം കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഇനി അറിയാനായി പോകുന്നത്. ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നതായ വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ജോലി, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കും നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ശ്രമങ്ങളിലാണ് എന്ന് തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനുള്ള തീവ്രമായ ശ്രമത്തിലായിരിക്കാം നിങ്ങൾ. നിങ്ങളിൽ പലരും അത്തരത്തിലൊരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അത്തരത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുവാനുള്ള മുന്നൊരുക്കത്തിൽ കൂടിയാണ് നിങ്ങൾ. നിങ്ങളിൽ പലരും അത്തരത്തിലൊരു മുന്നൊരുക്കത്തിലാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്താണോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ളത്, അതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് വെറുതെ ആവില്ല എന്നുള്ളതാണ് കാര്യം. അതായത് ആ ശ്രമങ്ങൾ, പരിശ്രമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ വെറുതെ ആകില്ല. ശുഭകരമായ ചില കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ഒരു ശുഭവാർത്ത നിങ്ങൾ കേൾക്കും എന്ന് തന്നെയാണ് സന്ദേശമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. വലിയൊരു അപകടത്തിൽ നിന്നും കരകയറി വന്ന വ്യക്തികളുടെ എനർജി കാണുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രതികൂലമായി നിന്നിരുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതുമാണ്. അതിൽ പലതും അതിജീവിച്ച് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും. നിങ്ങൾക്ക് ചുറ്റിലുമുള്ള നെഗറ്റീവായ ആ ഊർജത്തിന്റെ പ്രഭാവം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതായി കാണുന്നുമുണ്ട്. നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്നതായ ആ വ്യക്തികളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നത് നിരാശാജനകമായ ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെ തളർത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈശ്വരനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ശക്തിയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ കാര്യമാണ് നിങ്ങൾക്ക് കൂടുതലായും ആത്മവിശ്വാസം പകർന്ന് നൽകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ, മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നതാണ്. അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ പലവിധ സാഹചര്യങ്ങളുമാകാം. അത്തരം കാര്യങ്ങൾ ഒഴിവാകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ദൈവിക ചിന്തകൾ കൂടുതലായും നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളതാകുന്നു. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട്.
നിങ്ങളിൽ പലരും മറ്റൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ മാനസികപരമായ ഉപദ്രവങ്ങളാൽ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളുടെയും മോശം ദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞിട്ടുള്ളതാകുന്നു. അത്തരത്തിലാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് കുടുംബത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ സൗഹൃദമുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതുമാണ്. ഇത്തരത്തിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായ വ്യക്തികളോ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ട്, പ്രതികൂലമായി നിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായ ചിന്തകൾ അവരുടെ മനസ്സിലുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. ആ വ്യക്തി അഥവാ വ്യക്തികൾ ആരെല്ലാമാണ് എന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണ്, ഒരു പക്ഷേ അറിവുള്ളതാണ് എന്ന് പരാമർശിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തികളെ നിങ്ങൾക്ക് ഇതുവരെയും തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല, എന്നാൽ ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ അത്തരം വ്യക്തികളെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളിൽ കൂടുതൽ പേർക്കും ആ വ്യക്തി ആരാണ് എന്ന ധാരണ ഉള്ളവരാണ്. ചില സൂചനകൾ നിങ്ങൾക്കുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. അവരുടെ സാന്നിധ്യം പലപ്പോഴും നിങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതും സത്യമാണ്. എന്നാൽ ഈ സമയം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, ഒരിക്കലും അത്തരം വ്യക്തികളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ സമാധാനം കളയേണ്ടതായിട്ടില്ല. കാരണം സാക്ഷാൽ ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെയോ അല്ലെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെയോ സംരക്ഷണയിലാണ് നിങ്ങൾ ഉള്ളത്. ആരെല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുവോ, ആരെല്ലാം നിങ്ങൾക്കെതിരെ മോശം ദൃഷ്ടി വയ്ക്കുന്നുവോ, അത്തരം വ്യക്തികൾ എന്ത് തന്നെ നിങ്ങൾക്കെതിരെ ഇനി ചെയ്താലും അവർ വിചാരിക്കുന്നതായ ആ ഫലം ലഭിക്കണം എന്നില്ല. അഥവാ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഏൽക്കില്ല എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളതാണ് എന്ന കാര്യം വിസ്മരിക്കാൻ പാടുള്ളതല്ല. അത് തുടരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പല വിധത്തിലും തിരിച്ചറിവുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് കടന്നു വരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളാലും നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ വന്ന് ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല തിരിച്ചറിവുകളും നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളതാകുന്നു. ചുറ്റുമുള്ള വ്യക്തികളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന കാര്യവും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങളിൽ പലരും പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായി കാണുന്നു. സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുമുണ്ട്. ജീവിതം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളിലേക്കും പല തലങ്ങളിലേക്കും കടന്ന് പോകുന്നതായും കാണുന്നുണ്ട്. പലതും നിങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായി കാണുന്നുമുണ്ട്. സന്താനങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും അഭിമാനകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും കാണുന്നതാണ്. സന്താനങ്ങൾക്ക് വിവാഹം, ജോലി, വീട് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സന്തോഷം ആകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന് കാണുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ വലിയ നേട്ടങ്ങൾ, വലിയ വിജയങ്ങളായി കാണുന്നവർ തന്നെയാണ്. പലപ്പോഴും മറ്റുള്ളവർ നിസാരവൽക്കരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വലുതാണ്. കാരണം ഒരു കാര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കാറുള്ളതാകുന്നു.
നിങ്ങളുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങളിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ, ഭഗവാനിൽ തുടർന്നും നിങ്ങൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. മനസ്സിൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ നിറയ്ക്കേണ്ടത്, കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. കൂടാതെ പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങണം എന്നാണ് കാണുവാൻ സാധിക്കുന്നത്.